വീട്ടുകാര്യങ്ങൾ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വെജ് ബിരിയാണി. അപ്പം അത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത് തന്നെയായിട്ട് ഒരു ചെറിയൊരു ബെല്ല് വരും. ആ ബെല്ലിലും കൂടി പ്രസ് ചെയ്താലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. അപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ആദ്യം ഞാൻ വെള്ളം തിളപ്പിക്കുന്നുണ്ട്. വെള്ളം തിളപ്പിച്ചിട്ട് 7 പ്രാവശ്യം കഴുകി വെച്ച 1 കിലോ റൈസാണത്. 7 പ്രാവശ്യം കഴുകാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ സ്റ്റാർച്ചൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വെള്ളം നിറം കിട്ടാൻ വേണ്ടിയിട്ട്, റൈസിന് വെള്ളം നിറം കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി അര നാരങ്ങ നീരിട്ട്, പിന്നെ ആ തിളച്ച വെള്ളത്തിലേക്ക് നമ്മളുടെ മുഴുവൻ മസാലകൾ അതും കൂടി ഇട്ടിട്ട്, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പൂണോ വല്ല എണ്ണ വേണമെങ്കിൽ ചേർക്കാൻ, തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇടണം. അപ്പം ഇത് ഞാൻ സാധാരണ ചെയ്യണത്, ഇത് അരിയിട്ട് തിളച്ച് കഴിയുമ്പോൾ തന്നെ എൻ്റെ കുക്കറിനകത്തേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് ഒരു 3/4 വേവാകുമ്പോൾ തന്നെ ഞാൻ അതെടുത്തിട്ട് വാർത്തിടും. അല്ലാതെ ഞാൻ കോരണ രീതിയൊന്നും എനിക്കില്ല. അപ്പം ഉപ്പ് ഇത്തിരി മുൻപിൽ നിൽക്കണം വെള്ളത്തിൽ, എന്നാലേ റൈസിന് ഉപ്പുണ്ടാവുള്ളൂ. അപ്പോൾ ആ സമയത്ത് റൈസ് ആകുന്ന സമയത്ത് ഞാൻ 200 ഗ്രാം ഉരുളക്കിഴങ്ങ്, 200 ഗ്രാം ക്യാരറ്റ്, പിന്നെ ഒരു 10-15 വേവിച്ചെടുത്ത സോയ ചങ്ക്സ് ഇത്ര എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ സോയ ചങ്ക്സ് വേവിച്ച പോലെ തന്നെ, പിന്നെ ഫ്രോസൺ ഗ്രീൻ പീസ് ഒരു 100 ഗ്രാം, ഫ്രോസൺ അല്ല, അത് വേകാത്തതാണ്, 100 ഗ്രാം എടുത്തിട്ടുണ്ട്. 3 വലിയ സവാള, 2 തക്കാളി, 1 കുടം വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, 3-4 പച്ചമുളക് എരിവ് നോക്കിയിട്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ പച്ചക്ക് എടുക്കണമെന്നില്ല കേട്ടോ. വെജിറ്റബിൾസ് നിങ്ങൾ പുഴുങ്ങിയെടുക്കണേക്കുള്ളൂ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി എന്ന് എനിക്ക് തോന്നണം. അപ്പം ആദ്യം നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ, അതായത് 6 kg ഡാൽഡ സൺഫ്ലവർ ഓയിൽ, ഇതിലേതെങ്കിലും ഉപയോഗിക്കുക, ഓരോരുത്തരുടെ ആരോഗ്യം അനുസരിച്ച്. അതിനകത്തേക്ക് സവാള ആദ്യം വഴറ്റി, അതിൻ്റെ ഒപ്പം തന്നെ ഒന്ന് വാടുമ്പോൾ അത് മിക്സിയിൽ ചതച്ച് വെച്ചതാണ് നമ്മുടെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അതും കൂടി ഇട്ട് അതിൻ്റെ കുറച്ചൊന്നാകുമ്പോൾ തന്നെ തക്കാളി ഇടുക. അപ്പം നിങ്ങൾക്ക് 6 kg ഡാൽഡയൊക്കെയാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുന്നത്, അതിന് സംശയമില്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെയൊക്കെ ചെയ്യുക. അപ്പം ഞാൻ ഇത്തിരി ഡാൽഡയും ഇത്തിരി സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ടാണ് ഞാൻ ചെയ്യണത്. അപ്പം ഇത്രയും ആയതിനു ശേഷം നമ്മളുടെ മസാലപ്പൊടികൾ ഇടണം. മസാലപ്പൊടി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഞാൻ ഗരം മസാല അവസാനമാണ് ചേർക്കണത്. ആദ്യം ചേർക്കണത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആണ് ചേർക്കണത് ആദ്യം. എന്നിട്ട് ഇതൊന്നും മൊരിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ അകത്തേക്ക് വെജിറ്റബിൾ വേവിച്ചതാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ അതിനകത്തേക്ക് ഇട്ട് കൂട്ടിയെടുക്കാൻ പറ്റും. വേവിക്കാത്തതാണെങ്കിൽ നമ്മൾ മൂടി വെച്ച് കുറേ നേരം വേവിക്കണം, നന്നായിട്ട് വെന്തില്ലെങ്കിൽ കൊള്ളില്ല. അപ്പം നിങ്ങൾ വേവിച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ, പുഴുങ്ങി അരിഞ്ഞെടുത്ത് ഇട്ടാൽ മതി. ഇത് ഇത്തിരി സാജീരകമാണ്, അത് ആദ്യം ഇടേണ്ടതായിരുന്നു, അത് ഞാൻ ഇപ്പോഴാണ് ഓർത്തത്, അത് ഇപ്പം ഇട്ട്. പിന്നെ ഇതിൻ്റെ വേറൊരു ടേസ്റ്റ് സ്പെഷ്യലായിട്ട് ഉണ്ടാകാനായിട്ട് ഞാൻ ഇത്തിരി ടൊമാറ്റോ സോസും കൂടി ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കസ്കസ് അല്ലെങ്കിൽ തേങ്ങ അരച്ചത് കുറച്ച് ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. മല്ലിയിലയും പുതിനയിലയും ഈ സമയത്ത് ചേർക്കുക. അത് ഇതിനകത്ത് വിട്ടുപോയിട്ടുണ്ട്, ഏതായാലും ചേർക്കണത്. മല്ലിയിലയും പുതിനയിലയും ചേർക്കുക. അപ്പോൾ ക്യാരറ്റും ഇതും അധികം വേകാത്തത്, കൂടുതൽ വേവുള്ളത് കൊണ്ട് തന്നെ ആദ്യം ഒന്ന് ഇട്ട് അതൊന്ന് പകുതി ഒന്ന് വെന്ത് കഴിഞ്ഞപ്പോഴാണ് ഉരുളക്കിഴങ്ങും സോയ ചങ്ക്സ് വേവിച്ചതും കൂടി ഇട്ടത്. അപ്പം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കണം, നിങ്ങൾ പുഴുങ്ങി അരിഞ്ഞിടുന്നതിലേക്കുള്ളൂ നിങ്ങൾക്ക് ഏറ്റവും ഈസി, പെട്ടെന്ന് തന്നെ കൂട്ടിയെടുക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. അത് ഏറ്റവും അവസാനം മസാലപ്പൊടി, ഗരം മസാല 1 ടേബിൾ സ്പൂൺ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്, കുറച്ചധികം ഇട്ടിട്ടുണ്ട്. കാരണം ഇത് നമ്മൾ നോണ് ആണെങ്കിൽ അതിൻ്റെതായ രുചി ഉണ്ടാകും. പച്ചക്കറിയുടെ ഒക്കെ ബിരിയാണി എന്ന് പറഞ്ഞാൽ രുചി അത്രക്കൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് മസാലപ്പൊടി 6 kg ഒക്കെ ഇത്തിരി കൂടുതലായിട്ട് ഇടണമെന്ന് പറയുന്നത്. അപ്പോൾ റൈസ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ റൈസിലിടാനായിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. കുറച്ച് സവാള ഫ്രൈ ചെയ്ത് വെച്ച്, ഇത്തിരി ബിരിയാണി എസെൻസ് ഇടുന്നുണ്ട്. കാരണം ഇത് വെജ് ബിരിയാണി ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് രുചി കുറവും സ്മെല്ല് കുറവൊക്കെ ആയിരിക്കുള്ളൂ, അതുകൊണ്ടാണ് ഇത് ഇടണത്. ഇതൊക്കെ വേണമെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ പൈനാപ്പിൾ അരിഞ്ഞിടാം, അതല്ലെങ്കിൽ പൈനാപ്പിൾ എസെൻസ് ഇടാം ഇതിന് പകരമായിട്ട്. അപ്പോൾ ആദ്യം ലെയർ ചോറ് ഇട്ടിട്ട് അതിൻ്റെ മീതൊക്കെ ഇത്തിരി മല്ലിയില ഇട്ട് ഈ വറുത്ത സാധനങ്ങളും ഇട്ടിട്ട്
അതിൻ്റെ മീതെ നമ്മൾ ഒന്നില്ലെങ്കിൽ തൈര്, അതല്ലെങ്കിൽ വെള്ളം, ഇതിലേതെങ്കിലും ഒന്നിൽ ഇത്തിരി മഞ്ഞൾ പൊടി, കറിയുടെ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കാരണം ഇടയ്ക്കൊരു മഞ്ഞ കളർ ബിരിയാണിക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അപ്പം ഈ പറഞ്ഞ പോലെ അത് റിപ്പീറ്റ് ചെയ്യുക, എത്ര ലെയർ എന്ന് വെച്ചാൽ അത്. അതിൻ്റെ ഏറ്റവും അവസാനം മാത്രം നമ്മൾ ഈ ആർക്കിച്ച് അതിൻ്റെ മീതക്ക് ഒന്നിട്ട് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ഇത് മൂടി വെച്ച് സിമ്മിൽ ഒന്നിട്ട് ആ ഒരു സ്മെല്ല് എല്ലാ സ്ഥലത്തും ഉരുകിയൊക്കെ ചേർന്ന് ഇതൊക്കെ നെയ്യുടെയൊക്കെ രുചിയും എല്ലാം ആകാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇത് നെയ്യിട്ടതിന് ശേഷം നമ്മൾ എസൻസ് ഇതിൻ്റെ മീതക്ക് 2-3 തുള്ളി ഇടുക. പൈനാപ്പിൾ എസൻസ് ആണെങ്കിലും 1-2 തുള്ളി മതി, ഇത് മാത്രമൊക്കെ മതി. അല്ലെങ്കിൽ പൈനാപ്പിൾ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് അത് മിക്സ് ചെയ്തിട്ടാലും നല്ല സ്മെല്ലുണ്ടാവും. ഞാൻ റൈസ് വേറെ കറി വേറെ ഇട്ട് എടുക്കണത്. അപ്പോൾ ഇത്രയുള്ള ഇത് 5 മിനിറ്റ് ഒന്ന് ഞാൻ സിമ്മിലിട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കറി ഒരു പാത്രത്തിലേക്ക് ഒരു ഇത്തിരി എടുത്തിട്ട് അതിൻ്റെ മീതക്ക് ഞാൻ ചോറ് എടുത്തിട്ട് ഇങ്ങനെ വെച്ച് ഒരു സാലഡും അച്ചാറും ഒരു പപ്പടവും കൂട്ടിയിട്ട് കഴിച്ചു. അപ്പം നിങ്ങളിത് ഈസി ആയിട്ടുള്ള ഒരു നോമ്പുകാരിക്കൊക്കെ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ചെയ്തിട്ട് എന്നെ കമൻറ്റിലൂടെയൊക്കെ ഒന്ന് അറിയിക്കണേ. താങ്ക് യു.